എടാ പരദൂഷണമ്മ അതുലേ, നീ സബ്സ്ക്രൈബ് ചെയ്തല്ലേടാ കൊച്ചു കള്ള. നീ കൊച്ചു കള്ള. അപ്പൊ എന്തോന്നാ ഉണ്ട് അതിനകത്ത്? ആ പറയ ചേച്ചി. ഞാനാണോ സബ്സ്ക്രൈബ് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ണാടി വെച്ച് മുറിക്കാത്തിരുന്ന് കുണാന്ന് പറഞ്ഞ എന്നെ പറ്റി അപവാദം അനാവശ്യം പറയാനല്ലേടാ നീ സബ്സ്ക്രൈബ് ചെയ്ത കള്ള. അപവാദോ? ഉള്ളത് സത്യം സത്യം പോലെയല്ലേ വിളിച്ചു പറഞ്ഞത്. സത്യം പറയുമ്പോ എങ്ങനെ അപവാദാവണത്? അപ്പോഴെന്തോ അപവാദം ഉണ്ട് അതിനകത്ത്. തെണ്ടി, നീ എന്നെ എന്തൊക്കെയാടാ വിളിക്കുന്നത്? അപ്പൊ നിന്നെ ഞാൻ അങ്ങനെ വിളിച്ചത് എന്റെ വായിന്ന് നീ കേട്ടത് നിന്റെ പൂർവ്വകാല സുഹൃത്തും അത് നീ കരുതിക്കോ. അതുലെ നീ വീട്ടിലിരുന്നോണ്ട് കഥക് പടച്ചിട്ടുകൊണ്ട് കണ്ണാടി വെച്ചോണ്ട് കുണാന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കുറ്റം, രേണുസുതിന്റെ കുറ്റം ഏറ്റവും കൂടുതൽ പറയാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ. മോനെ, നീ പുറത്ത് വന്ന് കളിക്കണം നേർക്ക് നേരെ. നീ ആണാണെങ്കിൽ എന്റെ നേർക്ക് നേരെ വന്നിട്ട് ഈ കുറ്റം പറയണം. പുറത്ത് വന്ന് നേർക്ക് നേരെ വന്ന് കുറ്റം പറയാനാ? വാ തുറന്ന് ചീത്ത വിളിക്കാത്തവരാണ്. ഒരു ലൈവിലിരുന്ന് പൂര തെറിയായിരുന്നു. കണ്ടന്റിന് വേണ്ടി രേണു എന്തും ഇട്ടോണ്ടിരുന്നു. ഇപ്പം ആളുകൾ പാവങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തെന്നും പറഞ്ഞാണ് പുള്ളിക്കാരി ഇങ്ങനെ പറയണത്. സബ്സ്ക്രിപ്ഷൻ ചെയ്ത് നിങ്ങൾ കയറി കണ്ടിട്ട് എന്തരാണ് കാണിക്കണത്, അതിലെന്തരാണ് കിടക്കണത് എന്നൊക്കെയാണ് രേണു പറയണത്. അല്ല, രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന പറയുമ്പോഴേ നമുക്കറിയാലോ രേണു എന്തായാലും സബ്സ്ക്രിപ്ഷൻ അകത്ത് എന്താണ് ഇടണേന്ന്. ഇട കൊച്ചു കള്ള എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി. ചെയ്തില്ല, പക്ഷെ നമുക്ക് മനസ്സിലായി. അതിപ്പോ അവരെ പൈസ മുടക്കി നീ പിന്നെ എന്തിനാണ് അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന പറഞ്ഞിരിക്കണത്? ആൾക്കാര് റിവ്യൂ പറയട്ടെ, നിനക്കെന്ത്? നീ അതിനു മുമ്പ് പറയൂലേ രേണു, പിന്നെ ഞാൻ കണ്ടന്റിന് വേണ്ടി ഞാൻ ഇട്ടുകൊടുത്തു, ഓരോന്ന് ഞാൻ ഇട്ട് കൊടുക്കണം. ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ കണ്ടന്റിന് വേണ്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഞാൻ തരുന്നില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതെടുത്തോണ്ട് പോണേന്ന്? പണം തന്നിട്ടല്ലേ അവര് കേറുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാ, അവര് കണ്ട കാര്യത്തിനെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്തിട്ടെ അതിനെന്ത്? പിന്നെ പറയുന്ന സെലിബ്രിറ്റികൾ ചെയ്യും, ആ സെലിബ്രിറ്റികൾ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോണെന്ന്. എത്രയോ പേര് അങ്ങനെ ഇട്ടിട്ടുണ്ട്. സെലിബ്രിറ്റി അല്ല, സെലിബ്രിറ്റി. സബ്സ്ക്രിപ്ഷനും സെലിബ്രിറ്റി. ജനഹൃദയങ്ങളെ പുളകം കൊള്ളിച്ചുകൊണ്ട് രേണുസുതിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കിടന്ന് പറക്കുകയാണ് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ പറന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ രേണുസുദീനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ചെറുതായിട്ടൊന്ന് നാട്ടുകാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് രേണു ഒരു കാര്യം പറയുന്നത്, നമുക്ക് കാര്യം കേൾക്കാം. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ് എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. ചാരവും ചാണകവും ഒന്നും ഇല്ല. നിങ്ങൾ എന്തിനാണ് ഇടാൻ പോകുന്നത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ആർക്കും ഈ പറയുന്ന ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല. നിങ്ങൾ ഉദ്ഘാടനത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്ന അതേ രീതിയിലുള്ള വസ്ത്രധാരണം എടുത്ത് വിടും, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൂക്കൾ എനിക്ക് ഇഷ്ടമാണ്, എന്റെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് ചേട്ടാ. നമുക്ക് എന്തായാലും ഞാനെടുത്ത പോസ്റ്റ് ഒക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തിരി താങ്ക്സ് എനിക്ക് വേണ്ടി പ്രൊമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന്. ഒരുപാട് താങ്ക് യു സോ മച്ച്. വിശാല മനസ്കനായ ആശാൻ രേണുവിന്റെ നന്ദി സ്വീകരിച്ചിരിക്കുന്നു. എന്റെ പ്രൊമോഷൻ ചെയ്യുന്നത് ഫ്രീ പ്രൊമോഷൻ. രേണു ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ ആണ് സബ് പ്രൊമോഷൻ PRAMON. രേണു ഏവിയേഷൻ എന്താണ്ട് പഠിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ, പ്ലെയിനിൽ എയർ ഹോസ്റ്റസ്. എന്തരായിരുന്നു ഈ ഒരു വാക്ക്? എവിടെ കിട്ടും? പ്രൊമോഷൻ PRA. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അഥവാ ഗൂഗിൾ ക്രോമിൽ കയറി ഈ സാധനങ്ങൾ അടിച്ചു നോക്കിയിട്ടിരുന്നത് നന്നായിരിക്കും. ഒരെണ്ണം കൂടെ കാണിക്കട്ടോ. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. ഇതാണ്ട് സുധിച്ചേട്ടൻ ബ്രൈഡ് അല്ലയോ? പ്രിയ സുഹൃത്തെ, ഗ്രൂമാണ്, ബ്രൈഡ് പെണ്ണാണ്. താങ്കൾ എന്തോരം ബ്രൈഡൽ ബൊട്ടീക്കുകൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് ബ്രൈഡ് ഏതാ ഗ്രൂം ഏതാന്ന് തനിക്ക് അറിയത്തില്ലല്ലോ. ശരി, ഗ്രൂം രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ. ഇനി ഇത് എനിക്ക് തെറ്റിപ്പോയതല്ല, ഞാൻ ഭയങ്കര കിടിലുമല്ലേ? നിങ്ങൾക്കാണ് തെറ്റിപ്പോയത്. ഞാൻ ബ്ലോഗേഴ്സിന് ഇട്ടു കൊടുത്തതാണ് ചെയ്യാനായിട്ട്. സർട്ടിഫിക്കറ്റ് കാണിച്ചത്, പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ബ്ലോഗാൻ ട്രോളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് എനിക്ക്. പക്ഷെ എന്തായാലും അങ്ങ് പറഞ്ഞു പുള്ളിക്കാരിക്കുണ്ട്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ഗ്രൂം ആരാ ബ്രൈഡ് ആരാന്ന് അറിയാനുള്ള വിദ്യാഭ്യാസം ഉണ്ട്. ഇട്ട് കൊടുത്തതാ അവർക്ക് ട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ട്രോൾ ചെയ്യണമെന്ന് രേണു ആഗ്രഹിക്കുന്നുണ്ട്. രേണു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു വിവാദം വളരെ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഇതേപോലെ ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചായിരുന്നു.
അന്ന് പറയുന്നതോടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. സുധി ശിവദാസ് അന്നും ഇങ്ങനെ തന്നെ പറഞ്ഞത്. അല്ല, ഇതാണ് ഇതിനകത്ത് പറ്റിയത്. ആ സർട്ടിഫിക്കറ്റിനകത്ത് എഴുതി വെച്ചേക്കുന്നത് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ് ഗ്രൂം, താഴെ രേണു ബ്രൈഡ്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ രേണുവിന് ഇത് ബ്രൈഡ് ആരാ, ഗ്രൂം ആരാ? ഇവരെയൊക്കെയാണ് നിങ്ങള് ബ്രൈഡൽ ബൊട്ടീക്കിന്റെ ഇനോഗ്രേഷൻ വിളിക്കുന്നത്. സിറപ്പ് അല്ലാതെ തന്നെ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ പുള്ളിക്കാരി സബ്സ്ക്രൈബും ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ആളുകൾ പണം കൊടുത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്തത് എടുത്തോണ്ട് പോകണമെന്നും പറഞ്ഞും കൊണ്ടാണ് ഇവിടെ പരാതി പറയുന്നുണ്ട്. അങ്ങനെ എടുത്തോണ്ട് പോയി അവർ പോസ്റ്റ് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യണ റിയാക്ഷോളികൾക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് ആണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പോവേണ്. എന്തായാലും എവള് ഇരിക്കണത് പണത്തിന് വേണ്ടിയാണല്ലോ. അപ്പോഴ് പണം കൊടുത്തപ്പോ എനിക്ക് വേണം പണം, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണം മേടിക്കുന്ന പരിപാടി. അവള് പറയണ് പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് പറയണത് വരെ ഉണ്ട്. ഇതിന്റെ മാത്രം പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ ഏത് അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പൊ തന്നെ അല്ല രേണു എന്തേലും സപ്രഷൻ ചെയ്യണത് അറിയാത്തവരും കാണുമല്ലോ. അപ്പോഴീ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരിൽ നിന്നാണല്ലോ രേണു ഇത്രയും കയറിയത്. അതുകൊണ്ടാണ് രേണു ഇത്രയും അറിയപ്പെട്ടത്. അപ്പോഴേ അവര് ചെയ്യട്ടെ, ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യ. രേണു പറയുമല്ലോ ഞാൻ കണ്ടന്റ് ഇട്ട് കൊടുക്കും, ഞാൻ കണ്ടന്റ് അവർക്ക് ആവശ്യം പോലെ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോഴേ രേണു കണ്ടന്റ് ഇട്ട് കൊടുത്ത് നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. പിന്നെ എന്തിനാണ് റിയാക്ഷോളികൾ എന്ന് പറയുന്നത്? അതുപോലെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ എന്തിനാണ് നെഗറ്റീവ് ഓളികൾ എന്ന് പറയുന്നത്? രേണുവിന് ഫ്രീ പ്രമോഷൻ അല്ലേ? രേണുവിന് പണം മതിയല്ലോ. കേസിന് പോകണം. ആർക്കാണ് നഷ്ടപരിഹാരം നടത്തേണ്ടത് തരേണ്ടതെന്ന് കോടതി തീരുമാനിച്ചോളും. മനസ്സിലായി? ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? എന്റെ അല്ലാതെ. നീ സെലിബ്രിറ്റിയാ? ഏത് വകയില് സെലിബ്രിറ്റി? ഏത് ബ്രൈറ്റി? അപ്പൊ ഈ സെലിബ്രിറ്റികളെ എന്തേരെന്ന് പറയും? എന്നോട് മാത്രമാണ് ഇവർക്ക് കടി. ഞാൻ തീർത്തു കൊടുക്കാം. കാരണം സബ്സ്ക്രിപ്ഷൻ ചെയ്തവരൊക്കെ മണ്ടന്മാരാകത്തില്ലേ? അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പം സ്റ്റേഷനിലോട്ട് പോവാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഈ പണം വരുമ്പോ ഒരു മനുഷ്യനിൽ വരണ മാറ്റം നല്ല മാറ്റം ഉണ്ടായി. രേണു ഇങ്ങനെ എങ്ങാനും ആയിരുന്ന ശാരീരികമായി ആയിക്കോട്ടെ മാനസികമായി ആയിക്കോട്ടെ അത് നമുക്ക് രേണു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു. രേണു പറയുന്നുണ്ട് എന്ത് രീതിക്കായിരുന്നാലും പണം മതിയെന്ന്. ശരിയാണ്, ഒരു മനുഷ്യന് ജീവിക്കാൻ പണം വേണം. പണം ഇല്ലെങ്കിൽ പട്ടിക്ക് തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പണം ഇപ്പൊ ഉണ്ടെങ്കിൽ ബന്ധുക്കാരായിരുന്നാലും ആരായിരുന്നാലും പണം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കും. പണം ഇല്ലേ പക്ഷെ നമുക്ക് ആ പണം ഉണ്ടാക്കാൻ നമുക്ക് പല വഴികളുണ്ട്. ശരിയായ വഴികളുണ്ട്, മോശമായിട്ടുള്ള വഴി. അത് രേണു തൊഴിലുറപ്പിനെയൊക്കെ ആക്ഷേപിച്ച്, അതുപോലെ ഫ്ലവേഴ്സ് ചാനൽ അവിടെ എന്തോ ജോലി കൊടുക്കാന്ന് പറഞ്ഞ് അതിന്നും വേണ്ടാന്ന് പറഞ്ഞ്, പിന്നെ ആരോ ബാങ്കിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ബാങ്ക് ജോലിയും അങ്ങനെയൊക്കെ വന്ന്. ഇതൊന്നും രേണുവിന് വേണ്ട. ബിഗ് ബോസിൽ പോലും നിന്നില്ല എന്ന് വെച്ചാൽ ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞിട്ടാണ് രേണു കേസ് കൊടുക്കാൻ പോണത്? റിയാക്ഷോളികൾ രേണുവിൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ടെന്നും പറഞ്ഞ് അവര് പണം കൊടുത്തിട്ടല്ലേ. രേണു പറയണത് പണം കൊടുത്താൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണ. മെമ്പർഷിപ്പ് ലൈവെന്ന് പറഞ്ഞാൽ 45 തൊട്ട് എത്ര 100 ഇപ്പം എത്ര ചാർജ് കൂട്ടിപ്പോയി. അങ്ങനെ ആയിരുന്നാലും ചെയ്ത് അവർ കയറിയില്ലേ. കയറി രേണു പറഞ്ഞിട്ടല്ലേ അതിൽ കയറിയത്, സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെന്തിനാണ് ഇരുന്നും കൊണ്ട് പറയണത്? എന്തോന്നാണ് പറയണത്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് ഇട്ടെന്ന. അങ്ങനെയുള്ള ഫോട്ടോ രേണു പ്രദർശിപ്പിച്ചിട്ടല്ലേ, ആ രീതിക്കുള്ള ഫോട്ടോ ഇട്ടതല്ലേ. അപ്പൊ അത് രേണുവിന് കൊള്ളായിരുന്ന, അങ്ങനെ ഇടാൻ പാടുണ്ടായിരുന്ന? രേണു ഒരുപാട് പേര് പറഞ്ഞല്ലോ ഇതൊക്കെ കൊച്ചു പിള്ളേര് കണ്ടോണ്ടിരിക്കുവാണ്, അപ്പൊ അവരെ വഴിതെറ്റിക്കരുത് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തവർ പറഞ്ഞോണ്ടായിരിക്കും അഡൽസ് ഒള്ളി കണ്ടന്റുകൾ പെയ്ഡ് എന്താണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം അഡൽസ് ഒള്ളി കണ്ടന്റുകൾ കാണാം. ഇത് കുട്ടികൾ കാണുകയാണ്. അവരെ അമ്മമാര് വന്നു നിന്നോണ്ട് പറയണ എൻ്റെ മക്കൾ ഇത് സ്ഥിരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അവർ പഠിക്കുന്നില്ല, അവർ പാതിരാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ലൈവ് കാണുകയാണ്.
രേണുവിൻ്റെ. അവള് ചോദിക്കണത് ഞാൻ അല്ലാതെ ഷൂട്ട് ചെയ്യണ സമയത്ത് ഇതുവരെയുള്ള കഴുത്ത് ഇങ്ങനെ ഞാൻ കാണിക്കണില്ലേ, ഞാൻ വയർ കാണിക്കണില്ലേ എന്നാണ് ഇവള് പറയണത്. അതൊരു രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് പാതിരാത്രി കാണിക്കുമ്പോൾ അത് കാണാനായിട്ട് കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ആഗ്രഹം കാണുമായിരിക്കും അല്ലേ, ഒന്ന് കേറിന്നിരിക്കും. കണ്ടു കളയാന്ന് വിചാരിക്കും. പിന്നെ ഇപ്പൊ പുള്ളിക്കാരി അത് അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അതിൽ കയറേണു. പിന്നെ അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടെന്നിരിക്കും. അതുപോലെ ഒരുപാട് പേര് വലിയ സെലിബ്രിറ്റികളെ ഇതുവരെ എടുത്തിട്ടിട്ടുണ്ട്. അവര് ആരും രംഗത്ത് വന്നില്ല. രേണുവിന് കണ്ടന്റ് അല്ലേ, രേണുവിന് കണ്ടന്റ് ഇട്ട് കൊടുത്ത് റീച്ച് ആവണ്ടേ രേണു. അപ്പൊ പിന്നെ ഇതിലെന്താണ് തെറ്റ്? രേണു പറയുന്നുണ്ടല്ലോ ഞാൻ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രേണു വടേര ഇത് പറഞ്ഞ അത് മോശമായ കാര്യമല്ലേരുന്ന രേണു അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് ആളുകള് അല്ലേ ട്രോളും. അതിന് ഓരോന്ന് ഇട്ട് കൊടുത്താ പിന്നെ ആൾക്കാർ റിയാക്ട് ചെയ്യാതിരിക്കില്ല. രേണു എന്തുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്ത? രേണു പറയുന്നുണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്ത് എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ ഇല്ല ഷാപ്പിൽ കള്ളു കുടിച്ചിട്ട് 3 പേര് പൊക്കിയിടുന്നത്, അത് രേണു ഇതിന് വേണ്ടി ചെയ്തതാണ്, കണ്ടന്റിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. രേണു യാത്രയാവുകയാണ്, അത് പോണത് കാണാം. ആ കൊച്ചു മൈൻഡ് പോലും ചെയ്യണില്ല. അത് കാറിലിരിക്കുന്നുണ്ട്. എയർപോർട്ടിൽ പുള്ളിക്കാരി എത്തി. അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം ആ കുട്ടി ആ മോന് കാറിൽ നിന്ന് പോലും ഇറങ്ങുന്നില്ല. മൊബൈലും എടുത്തു വെച്ച് കളിച്ചിരിക്കുകയാണ്. രേണുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. രേണു എന്ന് മുത്തം കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മീഡിയക്കാരെ അറിയിക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഇത് ഇവര് പണ്ടേ ചെയ്യണ പരിപാടിയാണ്. കിച്ചുവിനെ കുറിച്ചൊക്കെ കിച്ചു മോൻ എവിടെ ചെന്നാലും കിച്ചു അമ്മ വന്നിട്ട് ടാറ്റു കുത്താം, കിച്ചു പോക്കറ്റ് മണി വേണ്ടേ, 1 രൂപയാണ് കൊടുക്കണത് പോക്കറ്റ് മണി, ഞാൻ പോവാണ് മോനെ. അപ്പൊ അവന് കിച്ചു ഫോൺ വെച്ചിട്ട് പറയും ഈ തള്ളന്തിന് എന്നെ വിളിക്കണേന്നായിരിക്കും പ്രാവി തൊലക്കാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ. അപ്പൊ അതിന്റെ വിഷമമാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാമിലാകുമ്പോൾ അവൻ അത്ര വിഷമമില്ലെന്ന് കരഞ്ഞാൽ വിഷമിക്കും. അവൾ മീഡിയക്കാരി എന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ കൊച്ച് മൈൻഡ് ചെയ്യാതെ അതിനകത്തിരുന്ന് അത് മൊബൈലിൽ കളിച്ചിരിക്കണം. ഇവള് ഇരുന്ന് കളകളകള പറയുന്നുണ്ട് കൊച്ചിന്റെ കാര്യം. അതൊന്ന് വെളുപ്പിക്കാൻ പറയണത് ഇത് ആളുകളെ അറിയണം, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇരുന്ന് പറയണത്. കൊച്ച് കരഞ്ഞ് തളർന്നിരിക്കണം. അയ്യോ അയ്യോ കരയല്ലേ, അയ്യോ ഇന്ന് മുത്തം കൊടുക്കണ്. എവിടെ കണ്ട പരിചയം പോലും ഇല്ലാതെ ആ കുട്ടി ഇരിക്കണം. അതിനെ ഒന്ന് എടുത്ത് അതിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കേ, അതിനെ ഒന്ന് കുളിപ്പിക്കേ, അതിനെ ഒന്ന് ഡ്രസ്സ് ഇട്ട് കൊടുക്കേ, സ്കൂളിലത് പഠിപ്പിച്ചു കൊടുക്കേ, ഒന്നും ചെയ്യൂല. എന്നിട്ട് അവള് പറയണ കുറേ ദിവസം കൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു, പോണതിന്റെ വിഷമം കൊണ്ടാണ് മോനിരിക്കണേ. ഫോണില് അത് ഫോൺ അഡിക്റ്റ് ആയി. അത് ഫോണിലാണ്. അത് ഇത്രയും ഈ ഒരു കൊച്ചുകുട്ടി ഇത്രയും ഫോൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പറയേ ഒന്ന് വിലക്ക് പോലും ചെയ്യില്ല. അവിടെ ഉള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഫോൺ എടുത്തങ്ങ് കൊടുക്കണത്. അത് കൊണ്ട് പോയി. അത് അമ്മയുടെ ശരിക്കുള്ള കെയറും കിട്ടാത്തോണ്ടാണ് ആ കുഞ്ഞ് അഡിക്റ്റ് ആയി പോകുന്നത് ഫോണിന്. ആൽബം ചെയ്യാൻ പോയിരുന്നാലും അവർ ആ ആൽബത്തിലുള്ള രംഗങ്ങളല്ല അവിടെ കൂടണം മറ്റുള്ളവരെ കൊണ്ട് ഇവള് ചെയ്യിക്കണത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവളെ രീതിക്ക് കണ്ടന്റ് വെളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അത് മീഡിയക്കാർ ഒരു മീഡിയയിലാണെങ്കിൽ ആ മീഡിയക്കാരെടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു, അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ടൊക്കെ രേണു ഇരുന്നും കൊണ്ട് പറയുകയാണ് റിയാക്ട് ഒളികൾ, കമന്റ് ഒളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. രേണു അല്ലേ കണ്ടന്റ് കൊടുക്കണത്, അവര് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കണ്ടന്റ് ഇട്ട് കൊടുക്കണം. നമ്മളെല്ലാരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ വേണം, പൈസ ഇല്ലാതെ രക്ഷയില്ല. ഞാനൊക്കെ നമ്മൾ ജീവിക്കണത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതെന്തോന്ന് 6 മാസം ആയതേ ഉള്ളൂ ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ചെയ്യാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയാം, നമ്മൾ കലാപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികൾ അല്ലാത്തവർ അതെന്തോന്ന് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ കലാപരമായിട്ട് എന്ത് കലാപരമാണ്? കലാപരം എന്ന് അവർ ഉദ്ദേശിച്ചത് അഭിനയമാണ് ഉദ്ദേശിച്ച. ഇതിന് അഭിനയം ഒന്ന് പറയാൻ പറ്റുമോ? അതെ, ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് വേണ്ടൊരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം. ആ ബോധം ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ല. എൻ്റെ പൊന്നു രേണു, നീ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആയാലും നീ ഒന്ന് കണ്ടു വെക്കും. നീ കോമാളി കളിക്കുവാണ്. അതിന് നീ അഭിനയം ഒന്ന് പറയല്ലേ ദയവ് ചെയ്ത് പ്ലീസ്.
അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സസ്പെൻഷൻ എടുത്തിട്ടില്ലേ, അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നുമില്ല. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ, എനിക്കറിയില്ല. ഒന്നും പറയാതിരുന്നെങ്കിൽ ഒരു പ്രശ്നവും പറ്റത്തില്ല. മീഡിയക്കാര് രേണുവൊക്കെ ഇപ്പൊ ഒരു കുടുംബമാണ്, ഒരു അമ്മ പെറ്റ മക്കളാണല്ലോ. പുള്ളിക്കാരി അടുത്ത റാസൽ ഗൈമയിലോട്ട് പോയേക്കാണ്. ഇനി 2-ാം തീയതി വരുവുള്ളൂ. ഇപ്പോൾ അവിടെ പോയത് ബാർ ഉദ്ഘാടനത്തിനാണ്, ചെമ്പരത്തി. കുറച്ച് നാൾ കൊണ്ടേ വിളിക്കുകയാണ്, 4-മത്തെ പ്രാവശ്യമാണ് പോണത്. അവിടെ മാത്രം എന്തോ രേണുവിനെ ഇങ്ങനെ വിളിക്കണത് ബാറിൽ. അന്ന് രേണു പറഞ്ഞിത്തിരി വെള്ളം ചേർക്കാതെയൊക്കെ അടിച്ചും കൊണ്ട് റൂമിനകത്ത് അവിടെ ഇരുന്ന് അടിച്ചിട്ട് വന്ന് എന്തോന്ന് ഡാൻസ്, ബെല്ലി ഡാൻസ്, അത് കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രേണു എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മലയാളികളെല്ലാവരും ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് ചെല്ലണമെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത് ചെല്ലണം. പിന്നെ അതുപോലെ ഗൾഫ് രാജ്യത്ത് കിടക്കണവരും രേണു അവിടെ വരെയാണ് ബാർ ഉദ്ഘാടനത്തിനാണ്. അപ്പം നമുക്ക് ഇത്തിരി അടിച്ചും കൊണ്ട് പിന്നെ എന്തൊക്കെയോ ഇറച്ചികളൊക്കെ കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് തൊട്ട് നക്കി നമുക്കൊന്ന് കളിച്ച് ഉല്ലസിച്ച് അർമാദിച്ച് ഒക്കെ നമുക്ക് പിരിയാം എന്നുള്ളതാണ് പറയണത്. എന്നിട്ട് പുള്ളിക്കാരി 2-ാം തീയതി തിരിച്ച് നാട്ടിലേക്ക് വരും. നല്ല പ്രവൃത്തി, കൊള്ളാം.